എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ജൂൺ 2-ാം തീയതി മുതൽ ആരംഭിക്കും. അതായത് ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ +1ൻ്റെ പരീക്ഷ കഴിഞ്ഞ് അടുത്ത +2 ക്ലാസ്സുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ജൂൺ 2-ാം തീയതിയാണ് ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ അതായത് നിങ്ങളുടെ നാടുകളിലെ കാലാവസ്ഥ സ്ഥിതിയും ഒക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ഡേറ്റിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ 2-ാം തീയതിയാണ് ഈ ഒരു കേരളത്തിലെ എല്ലാവിധ സ്കൂളുകളിലെയും +2 ക്ലാസ്സുകൾ അതായത് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാടുകളിലെ അതായത് ഈ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ഒരു അതത് സ്ഥലങ്ങളിലെ ലീവും കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെടുത്തി ക്ലാസ്സുകളിൽ അതായത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡേറ്റ് മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജൂൺ 2-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മുതൽ തന്നെ +2 ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു +1ന് മാർക്ക് നിങ്ങൾക്ക് കുറവാണ് എങ്കിലും അതായത് നിങ്ങളിപ്പോൾ +1ൻ്റെ പരീക്ഷാഫലം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് മെയ് അല്ല ജൂൺ 10-ാം തീയതിക്കുള്ളിൽ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അതായത് ഈ ഒരു റിസൾട്ട് വന്ന് അതിൽ ജയിക്കുമോ തോക്കുമോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം +2ൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി അതായത് ഈ ഒരു +2 ക്ലാസ്സുകൾ ആരംഭിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും, ഇപ്പോൾ +1ന് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല, എനിക്കിപ്പോൾ നല്ല മാർക്ക് കിട്ടത്തില്ല, അപ്പോൾ ചിലപ്പോൾ ഞാൻ തോൽക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ +2 പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +1ന് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മാർക്കായിക്കോട്ടെ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനാവാത്ത ആ ഒരു മാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അതായത് മിനിമം മാർക്ക് പോലും കിട്ടാത്ത മാർക്കായിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് അത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് +2ൻ്റെ ക്ലാസ്സുകൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ നല്ല മാർക്ക് വാങ്ങിക്കുക. കാരണം നിങ്ങൾ പല കോഴ്സുകൾക്ക് നോക്കുന്ന സമയത്തും വിദ്യാർത്ഥികളുടെ +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുക, അല്ലാതെ +1ൻ്റെ മാർക്ക് പല കോഴ്സുകൾക്കും പരിഗണിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, നീറ്റ് പരീക്ഷ അതായത് നീറ്റിൻ്റെ പരീക്ഷ, അതുപോലെ തന്നെ കീം എന്ന് പറയുമ്പോൾ കീമിൽ തന്നെ എൻജിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതായത് കീമിൽ തന്നെ എൻജിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ ആർക്കിടെക്ചർ വരുന്നുണ്ട്, ഫാർമസി വരുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ അലൈഡ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നീറ്റ് പരീക്ഷ ആണെങ്കിൽ അതിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് വരുന്നുണ്ട്, ഇതുപോലെ വിവിധ കോഴ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നഴ്സിംഗ് ആണ് നോക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റി നോക്കുന്നത് നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ്, അല്ലാതെ +1ൻ്റെ മാർക്കല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആർക്കിടെക്ചറിൻ്റെ അപേക്ഷ ആയിരുന്നാലും അതുപോലെ തന്നെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള യോഗ്യത നോക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +1ന് നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും +2ന് കൂടി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. കാരണം +2ൻ്റെ സ്കോറായിരിക്കും നിങ്ങൾക്ക് പലവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി പരിഗണിക്കപ്പെടുക. എന്നാൽ ഡിഗ്രി കോഴ്സുകൾ അതായത് ഡിഗ്രി അതുപോലെ തന്നെ CUET ഇതുപോലുള്ള വിഭാഗങ്ങൾക്ക് ഒക്കെ നിങ്ങളുടെ +1ൻ്റെ മാർക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അത് വിചാരിച്ച് നിങ്ങൾ +2ന് ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം എനിക്ക് +1ന് മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും ചിന്തിച്ച് നന്നായിട്ട് പഠിക്കാതെ ഇരിക്കരുത്. കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു +1ന് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്കത് +2ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിച്ച് ജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളോട് ഇത് ആദ്യമേ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമേ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്കും വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വിദ്യാർത്ഥികൾ ക്ലാസ്സുകൾ ആരംഭിച്ച് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷം അതായത് ഏതെങ്കിലും ഒരു മാസമായിരിക്കും പരീക്ഷയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്നത് ഈ ഒരു മാർച്ച് മാസത്തിലെ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് +2 പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, +2ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജുകളിൽ നല്ല കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ നേടാനായിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾ +1ന് മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് അതായത് പഠിച്ചാൽ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു +2 പരീക്ഷയ്ക്ക് ശേഷം അത് +2 തോറ്റ് വീണ്ടും കുറേ വർഷങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, +2ൻ്റെ ക്ലാസ്സുകൾ ജൂൺ 2-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ +1ന് എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ അതിന് തോറ്റോ ജയിച്ചോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് +2ന് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാഠഭാഗങ്ങളിൽ നിന്ന് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ
അതായത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാഠഭാഗങ്ങളിലെ സംശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കാനും സാധിക്കുന്നതാണ്. അല്ലാതെ +1 മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് +2 പഠിച്ചാൽ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും, അതായത് ചില വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന വിദ്യാർത്ഥികളുണ്ടാകും. എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു രീതിയിലായിരിക്കില്ല. പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ കേട്ടാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ, അതായത് പാഠഭാഗങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡെയിലി നിങ്ങൾക്ക് എടുക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് എന്താണ് ആ ഒരു എടുത്തിട്ടുള്ളത്, അതുപോലെ നോട്ട്സിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അറിയില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും പഠിക്കുന്ന, അതായത് പരീക്ഷയ്ക്ക് പഠിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 1 മാസം മുമ്പൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിച്ച് മുതൽ നോട്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രത്യേകിച്ച് പരീക്ഷയുടെ നിങ്ങൾ തലേ ദിവസമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു നോട്ടിൽ എന്താണ് എഴുതിയത് എന്ന് പോലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുകയോ അല്ലെങ്കിൽ അതെന്താണ് എഴുതിയത്, അതുപോലെ അതിൻ്റെ വഴി എങ്ങനെയാണ്, ഇപ്പോൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുവഴി നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം, അതായത് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ ലഭിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടമാകും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയുടെ തലേന്ന് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അതായത് 1 മാസം മുമ്പ് പഠിക്കാൻ ആരംഭിക്കുകയല്ല ചെയ്യേണ്ടത്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്ന് മുതലാണോ അന്ന് മുതൽ എടുക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി എന്താണ് ആ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു മാർക്ക് വാങ്ങിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ +2 പരീക്ഷ, അത് പല വിദ്യാർത്ഥികളും ഇപ്പോൾ പറയുന്ന കാര്യമാണ്, +2 സബ്ജക്റ്റ് ജയിച്ചു, ആദ്യമായിട്ട് പരീക്ഷ ചെയ്ത് ജയിച്ചു, എന്നാൽ അത് എനിക്ക് മാർക്ക് 2 എണ്ണത്തിന് കുറവുണ്ട്, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2 ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആകെ ഒരു വിഷയം മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനൊന്നും ഇരിക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. അതായത് ക്ലാസ്സുകൾ ജൂൺ 2-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ ആ ഒരു തീയതി മുതൽ നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സുകളിൽ എടുക്കുന്നത്, അതുപോലെ എന്താണ് നോട്ട് എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുകയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ആക്കുകയും ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് +2 നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ +1 മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുറയുമെന്ന് വിചാരിച്ച് +2 പഠിച്ചിട്ട് കാര്യമില്ലാതെ, +2 നന്നായിട്ട് പഠിച്ചാലും പ്രത്യേകിച്ച് A+ കിട്ടില്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. കാരണം A+ലൊന്നുമല്ല കാര്യം. കാരണം ഈ A+ എന്ന് പറയുമ്പോൾ +1ലെയും +2ലെയും ടോട്ടൽ നോക്കിയിട്ടാണ് A+ വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു +1 പരീക്ഷ എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് A+ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ +2 നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളോട് ആദ്യമേ നന്നായിട്ട് പഠിക്കാനായിട്ട് പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് പരീക്ഷ വരുന്നതിന് കുറച്ച് മാസങ്ങൾ മുമ്പ് ഞാൻ മുമ്പേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു എന്ന് പിന്നീട് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ നന്നായിട്ട് പഠിക്കണമെന്ന് ചിന്തിച്ച് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്രദം ആയിരിക്കും. അതല്ല നിങ്ങൾ പരീക്ഷ തലേന്നാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ആ ഒരു സമയം ഞാൻ മുമ്പേ ക്ലാസ് ആരംഭിച്ചത് മുതലേ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കാമായിരുന്നു അല്ലെങ്കിൽ ജയിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മുതൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന് പറയാനുള്ള കാരണം പല വിദ്യാർത്ഥികളും +2 കഴിഞ്ഞ ശേഷം +2 തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ +2 ജയിക്കുകയാണെങ്കിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ ശേഷമായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാമായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് വാങ്ങിക്കാമായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാമായിരുന്നു. അത് നിങ്ങൾ ചില കോഴ്സുകൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ഇന്ന് ഇത്ര %, അത് 50% വേണം അല്ലെങ്കിൽ ഒരു 60% വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പെർസെൻറ്റേജ് ഇല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തായിരിക്കും ചിന്തിക്കുക, ഞാൻ ആ ഒരു സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ആദ്യം മുതലേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടാമായിരുന്നു അല്ലെങ്കിൽ അത്രയും % മാർക്ക് നേടാമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആ ഒരു സമയത്തായിരിക്കും ചിന്തിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ചിന്തിച്ചതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അന്നന്ന് എടുക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് അന്നന്ന് പഠിക്കുകയും അതുപോലെ മുമ്പ് എടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ ഓരോ ആഴ്ചയിലും റിവൈസ് ചെയ്ത് എന്താണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, എന്താണ് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്കും അതുപോലെ തന്നെ നല്ലൊരു അധ്യയന വർഷവും ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.